ഹായ് മെച്ചവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും നമ്മൾ ചെടികളും ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളും എല്ലാം നമ്മൾ വച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ ചെടികൾ നമ്മൾ എത്ര തന്നെ നമ്മൾ ഈ രാസവളങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ വളങ്ങൾ ചെയ്തിരുന്നാലും ഒരു രക്ഷപ്പെടാതെ അല്ലെങ്കിൽ കായ്ഫലം ലഭിക്കാതെ ഒരു ഗ്രോത്ത് ഇല്ലാത്ത തൈകളൊക്കെ ആണെങ്കിൽ ഇന്ന് ഞാൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ നല്ല ജൈവ സ്ലറി നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മളെ കിടക്കാഴ്ചയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ 20 ലിറ്ററിൻ്റെ ഒരു പഴയ ബക്കറ്റ് എടുത്ത് കേട്ടോ. അതിലിതേ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ പച്ച ചാണകം എടുത്തിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ വരെ അത് കഴിഞ്ഞിട്ട് നമ്മളത് 1/2 കിലോ നമ്മളെ കടലപ്പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കിലോ എല്ലുപൊടി, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഇത് രണ്ടും കൂടെ ഇതിനോട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഈ ചീമക്കൊന്നയാണ് കേട്ടോ. അപ്പോൾ ഇത് കാട്ടുകൊന്നയെന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ തളിരാണ് കേട്ടോ, അധികം മുറ്റിയതല്ല. അപ്പോൾ മാക്സിമം നമുക്ക് തണ്ടിടാതെ തന്നെ അതിൻ്റെ ഇലകളെല്ലാം നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്തിടാനുണ്ട്. അങ്ങനത്തെ നമ്മൾ തളിര ഇലകളെല്ലാം അതിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ പറയാം, നിങ്ങൾക്കത് ഈ കൊന്ന ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താലും മതി. പക്ഷേ നമുക്കിതിപ്പം കൈവാക്കിന് കിട്ടിയത് കൊണ്ട് നമ്മളത് അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആദ്യം ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 3 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാണകമൊക്കെ പച്ച ചാണകം തന്നെ ആയതുകൊണ്ട് ഇത്രയും നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നമുക്കൊരു 2 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം. അങ്ങനെ നമുക്കൊരു 5 ലിറ്റർ വെള്ളം മൊത്തത്തിലും ഇതിലേക്ക് ഒഴിക്കണം. 5 എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഒഴിക്കാം, വേണമെങ്കിൽ കുറച്ചും എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മളത് 3 ലിറ്റർ ഒഴിച്ചപ്പോഴത്തേക്കും ഈ ഏകദേശം ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 ലിറ്റർ വെള്ളം കൂടെ നമുക്കിനി ഒഴിച്ച് നന്നായിട്ടൊന്നതിനെ കലക്കിയെടുക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം പച്ചച്ചാണകം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പച്ചച്ചാണകം കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഉണക്കിയാകുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്കുള്ള ആ ഒരു ക്വാളിറ്റി കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ പച്ചച്ചാണകമാകുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി കിട്ടും. അതായത് ക്വാളിറ്റിയും കിട്ടും, നമുക്ക് നന്നായിട്ടുള്ള എന്താ പറയുക, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഒരു ഐറ്റംസ് എല്ലാം ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇളക്കി നല്ലപോലെ യോജിപ്പിക്കും കേട്ടോ. നമ്മളെ ആ ശർക്കരയും എന്താ പറയുക കടലപ്പിണ്ണാക്കും അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ വെച്ചാൽ പറയാം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാം 1/2 കിലോ വീതമാണ് കേട്ടോ. അതായത് നമ്മളെ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം നമ്മൾ അര വീതം. അതുപോലെ തന്നെ പച്ച ചാണകം നിങ്ങൾ മാക്സിമം പച്ച ചാണകം തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാര്യം ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ അതേസമയം ഉണക്കച്ചാണം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കീടങ്ങളൊക്കെ ഉണ്ട്, പ്രാണികളുണ്ട്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകും. പച്ചച്ചാണം ആകുമ്പോഴത്തേക്കും അതും നമ്മളെ ഇതെല്ലാം കൂടെ ഒന്ന് ലയിച്ച് വരുമ്പോഴത്തേക്കും ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ശർക്കര നമുക്ക് കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതുപോലെ ഞാനീ ചേർത്തത് കൊന്നയാണ്, അതായത് നമ്മളെ ഈ കാട്ടുകൊന്നയൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മളെ കീടനാശിനി, അതായത് കീടങ്ങളൊക്കെ നമ്മളെ ആവശ്യമില്ലാത്ത ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനായിട്ട്, അതായത് നമ്മളെ ഈ മണ്ണിൻ്റെ അടിയിലുള്ള അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഗുണം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് രാവിലെയും വൈകുന്നേരം 2 നേരം അല്ലെങ്കിൽ മാക്സിമം 1 നേരമെങ്കിലും ഒരു ദിവസം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി, അതായത് ഒരു ഷെയ്ഡിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ വേണം നമ്മൾ വയ്ക്കാം. ഓവർ വെയിലത്ത് വയ്ക്കരുത്. അത് മാത്രമല്ല, ഇതിൻ്റെ പുറത്തോട്ട് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കൊതുക് അങ്ങനെ ഒന്നും കയറി ഇതിനകത്ത് മുട്ടയൊന്നും ഇടത്തില്ല. പിന്നെ അത് മാത്രമല്ല, എന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ആ സമയങ്ങളിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിത് 3 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ 5 ലിറ്റർ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനിപ്പോൾ ഇനി ഇത് എടുക്കുമ്പോഴേ ഇതിൽ നിന്ന് നന്നായിട്ട് അരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അരിച്ചെടുത്തിട്ട് നമ്മളിത് എന്താ പറയുക, ഇത് നമ്മളിപ്പോൾ എത്രയാണോ നമ്മളിപ്പോൾ അളവെടുക്കുന്നത്, ഇതിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്നത് ഇപ്പോൾ ഒരു 1/2 ലിറ്റർ ആണെങ്കിൽ അതേപോലെ നിങ്ങൾ ഏകദേശം നമുക്കൊരു, അല്ലെങ്കിൽ ഇപ്പോൾ 1 ലിറ്ററാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 10 ലിറ്റർ വെള്ളം അതായത് പച്ചവെള്ളം 10 ലിറ്റർ ചേർത്ത് വേണം. ആ 10 ലിറ്റർ വെള്ളത്തിൽ വേണം ഇതിൽ നമ്മൾ എടുക്കുന്ന ഈ സ്ലറി 1 ലിറ്റർ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടികളുടെ കൊടും ചുവട്ടിൽ വീഴാതെ സൈഡിൽ മാറ്റി ചൂട് മാറ്റി നമ്മൾ ഒഴിച്ചുകൊള്ളു കേട്ടോ. അതിപ്പോൾ ഏതായിട്ട് വരുന്നാലും നമ്മളെ പച്ചക്കറി ആയിരുന്നാലും എല്ലാത്തിനും നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ 100% ഞാൻ ഈ കാര്യത്തിൽ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ വെച്ചവരെ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കലക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 3 ദിവസം കൊണ്ടൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലക്കിയതിന് ശേഷം നമ്മളിതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് മൂടി നമ്മൾ വയ്ക്കാൻ പോകണം. നന്നായിട്ടല്ല കേട്ടോ, ഒരു ചെറിയ ഒരു ചാക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഓലക്കീറോ എന്തെങ്കിലും ഇതിൻ്റെ പുറമേ വെച്ച് നമ്മളൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ്.
അപ്പോൾ വെച്ചാൽ നമ്മളെ വീഡിയോ ഇന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തിനി ഞാനിത് 3 മുതൽ നമുക്ക് 5 ദിവസം വരെ നമുക്ക് വേണമെങ്കിൽ രാവിലെ ഇളക്കിയിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇല്ലെങ്കിൽ 3 ദിവസം തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്തതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ എന്തായാലും 5 ദിവസം വയ്ക്കാൻ പോവുകയാണ്. 5 ദിവസം വച്ചതിന് ശേഷം ബാക്കി കാഴ്ച നമുക്ക് അപ്പോഴും കാണാം. പിന്നെ മച്ചാൻ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.